അപ്പൊ ആവി പിടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഓപ്പൺ പോയ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി വിത്ത് PSC വ്ലോഗ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അടിക്കടി നമ്മുടെ മുഖത്ത് പിമ്പിൾസും പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരാണല്ലേ. ചില പിമ്പിൾസ് ഒക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് മാർക്കോട് കൂടി തന്നെ പോവുകയും ചെയ്യും. പക്ഷെ ചിലതൊക്കെ ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ പോകത്തുമില്ല കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോഴാണ് ഇത് കണ്ടോ, എന്റെ മുഖത്തിന്റെ ഇവിടെയായിട്ട് നല്ലൊരു പിമ്പിൾ വന്നിരിക്കുക കേട്ടോ. അപ്പൊ നമ്മള് പിമ്പിൾസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അധികം അതിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ പോകരുത്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ വന്ന പിമ്പിൾസിന്റെ മാർക്കും കാര്യങ്ങളും പസ്സും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവിടുന്ന് പോകാനും ബാക്ടീരിയ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ഞാനൊരു പിമ്പിൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിമ്പിളിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകേണ്ട വീഡിയോയിലേക്ക് പോകാം. അപ്പൊ സാധാരണ ഒരു പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആവി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആവി പിടിക്കുമ്പോൾ ആന്റി മൈക്രോബിയൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയ സാധനങ്ങൾ കൊണ്ട് തന്നെ ആവി പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ആവി പിടിക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ക്യാരറ്റ് കഴുകി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ ശേഷം ഒരു 10 കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആവി വരും. അപ്പൊ ഈ ആവി നമ്മുടെ മുഖത്ത് കൊള്ളിക്കാം കേട്ടോ. പാത്രത്തിന്റെ മൂടി അടച്ചു തുറന്ന് ഒരു 5 തവണയെങ്കിലും ഇങ്ങനെ തന്നെ നമ്മൾ ആവി നല്ലതുപോലെ കൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആവി പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആവി പിടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഓപ്പൺ പോയ്സ് ഒക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. എക്സ്ട്രാ സെബം പ്രൊഡക്ഷൻ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓയിലും പിമ്പിൾസ് ഒക്കെ വരുന്നതും എക്സസ് ആയിട്ട് ഓയിലൊക്കെ കാണുന്നതൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന് പറ്റിയ ഒരു ഫേസ് പാക്കും കൂടി റെഡിയാക്കാം. ഫേസ് പാക്കിന് വേണ്ടി ഒരു ബൗളില് ആര്യവേപ്പില പൊടിച്ചത് 1.5 സ്പൂൺ എടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ച ആര്യവേപ്പിലയാട്ടോ. ശേഷം 1 സ്പൂൺ മുൾട്ടാണി മിട്ടിയും കൂടി എടുക്കാം. എന്നിട്ട് മിക്സിങ്ങിന് ആവശ്യമായ തേനും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പിമ്പിൾസിന്റെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ആര്യവേപ്പിൻ്റെതാവുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാനും വേണ്ടി പറ്റും. അപ്പൊ നിങ്ങളും വീട്ടിൽ തന്നെ പൊടിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കിട്ടിയില്ലെങ്കിൽ മാത്രം നമ്മൾ ഈ പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ മുഖം ഒന്ന് നനച്ചു കൊടുത്തിട്ടാണ് ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ആ ഒരു വേർപ്പിന്റെ ഒരു ഇങ്ങനെ ഓപ്പൺ പോയ്സ് ആയിട്ട് നിന്നല്ലോ, അത് ഇത്തിരി ഒന്ന് ഇങ്ങനെ ശൃംഗായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് മുഖം കഴുകിയിട്ട് അപ്പൊ തന്നെ നമുക്ക് ഫേസ് പാക്ക് ഇടാം. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെയാണ് എനിക്ക് പിമ്പിൾ ഉള്ളത്. അപ്പൊ ഞാൻ അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും രാത്രി ചെയ്യാൻ വേണ്ടിയിട്ട് വേണം ശ്രദ്ധിക്കാൻ കേട്ടോ. ഒരിക്കലും രാവിലെയോ ഉച്ചയ്ക്കോ ഒന്നും നമ്മൾ ചെയ്യാൻ പോകരുത് കേട്ടോ. കാരണം നമ്മുടെ മുഖത്തിന് നല്ല രീതിയിൽ റെസ്റ്റ് ആവശ്യമുണ്ട് ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ. അപ്പൊ നമ്മുടെ ഫേസിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആര്യവേപ്പിന്റെ ഇല ആയതുകൊണ്ട് തന്നെ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയതാണ്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസിനെ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലത്തെ പസ്സും ബാക്ടീരിയ എല്ലാം എടുത്ത് കളയാൻ വേണ്ടി ആര്യവേപ്പിലൊക്കെ കഴിവുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ തേനാണെങ്കിലും നമ്മുടെ മുഖത്ത് ആ ഒരു മുൾട്ടാണി മിട്ടി ഉപയോഗിച്ചതിന്റെ വലിച്ചിലോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ ആ ഒരു ഇലാസ്റ്റിറ്റി, ആ ഒരു മോയ്സ്ചറൈസേഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിനെ ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. പിമ്പിൾസിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ, അത് കുറയ്ക്കാനും കൂടി തേനിന് കഴിവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുൾട്ടാണി മിട്ടി ആണെങ്കിലും എക്സസ് ആയിട്ടുള്ള സെബം പ്രൊഡക്ഷനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കുകയും ചെയ്യും. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നല്ലപോലെ വലിഞ്ഞു കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് കാണാം. ഞാൻ ഫേസ് നല്ലതുപോലെ കഴുകി വന്നിട്ടുണ്ട്. നല്ല ബൾജി ആയിട്ടിരുന്ന പിമ്പിൾ ആയത് കുറച്ചൊന്ന് കാമായി കേട്ടോ. അത് നമ്മുടെ ഫേസിൽ പിമ്പിൾ വരുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ പിമ്പിൾസ് വളരെ വേസ്റ്റ് ആവാനുള്ള സിറ്റുവേഷൻ നല്ലപോലെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ആ പിമ്പിൾസിന്റെ മാർക്കും അധികം നേരം നിക്കത്തും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പൊ അടിക്കടി പിമ്പിൾസ് ഒക്കെ വരുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് ആയിട്ട് കാണാം ഡിയേഴ്സ്. ബൈ, ടേക്ക് കെയർ ഓൾ.